ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണെന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയപ്പോഴാണ് എനിക്കത് വളരെ നല്ലതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, എല്ലാവരും വളരെ തിരക്ക് പിടിച്ച ആളുകളാണ്. എന്നെപ്പോലെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതേപോലെ കുക്കറിനെ ആശ്രയിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഓരോ കാര്യങ്ങളും ഒരുപാട് സമയം ഇങ്ങനെ വേവിച്ച് അത് തന്നെ നോക്കിയിരിക്കാനെന്നുള്ള സമയം ആർക്കും ഇല്ല. എനിക്കും അറിയാവുന്ന കാര്യമാണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കുക്കറിൽ തയ്യാറാക്കാനാണ് ഞാൻ നോക്കാറുള്ളത്. നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് 2 കീറിയിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2-3 വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. കുക്കറിൽ തയ്യാറാക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം ലാഭിക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു ഗുണം. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ധനം ഒരുപാട് ലാഭിക്കാം. നമ്മൾ ഈ ഒരു ചട്ടിയിലൊക്കെ വെച്ചിട്ട് അത് തിളച്ച് നന്നായിട്ട് വഴന്ന് ഒക്കെ എടുക്കുന്ന സമയത്തേക്ക് ഒരുപാട് സമയം നമുക്ക് ചിലവഴിക്കും. അത് അത്രയും സമയം നമുക്ക് ഗ്യാസും നഷ്ടമാണ്. ഇപ്പോഴത്തെ ഗ്യാസിൻ്റെയൊക്കെ വില കേട്ടാൽ ആരും പിന്നെ ഗ്യാസ് തന്നെ ഉപയോഗിക്കാത്ത അവസ്ഥയാണ്. നാട്ടിൻപുറത്തുകാരൊക്കെ വീണ്ടും വിറകടുപ്പിലേക്കൊക്കെ തന്നെ മടങ്ങുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒരുപാടൊന്നും വേണ്ടി വരില്ല, ഒരു ചെറിയൊരു കഷ്ണം മതി. അത് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറികളിലൊക്കെ ഇഞ്ചി ചേർക്കുന്നത് നല്ല മണം കിട്ടുന്നതിനും അതുപോലെ തന്നെ വയറിന് ദഹനക്കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നതിനും നല്ലതാണ് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുള്ള പ്രധാന സാധനം എന്ന് പറയുന്നത് സ്രാവാണ്. ഇത് നമുക്ക് ഉണക്ക സ്രാവാണ്. അത് ചെറുതായിട്ട് മുറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനെയുള്ള ഈ ഉണക്ക സ്രാവും അതുപോലെ തന്നെയുള്ള എല്ലാ ഉണക്കമീനും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഉണക്ക സ്രാവൊക്കെ ആണെങ്കിൽ ഞാൻ കഷ്ണമാക്കിയിട്ട് ഇതേപോലെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. അതേപോലെ മറ്റു ഉണക്കമീനുകളെല്ലാം തന്നെ ഞാൻ മറ്റ് ബോട്ടിലുകളിലാക്കിയിട്ട് ഇതേപോലെ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ കഷ്ണങ്ങളാക്കിയ തക്കാളിയാണ്. ചെറിയ തക്കാളി ആണെങ്കിൽ 1-2 എടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ 1 എടുക്കാം. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല പുളിയുള്ള തക്കാളി നമുക്ക് കിട്ടും. അങ്ങനെയുള്ള തക്കാളി ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു കുടംപുളിയാണ്. ഇത് നമുക്ക് നല്ല ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം ഇടാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഉണക്കമീൻ ആയതുകൊണ്ട് അതിൽ ഉപ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത്. ചില മഞ്ഞൾപ്പൊടികൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കുത്തൽ വരും. അപ്പം അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ദിവസം യൂസ് ചെയ്യുന്നതാകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ചിടുക. അതേപോലെ ഞാനിപ്പോൾ 1 സ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അതും അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടുള്ളത് ചേർക്കാം. നമ്മൾ ഓൾറെഡി ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള എരിവിനനുസരിച്ചുള്ളത് ഇട്ട് കൊടുത്താൽ മതി. 1 സ്പൂണാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, ഒരു തിക്നെസ്സിന്, കറിയുടെ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ മല്ലിപ്പൊടിയുടെ ആ ഒരു കുത്തൽ കറിയിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. മല്ലിപ്പൊടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തന്നെ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഞാനിത് കുക്കറിൽ അടച്ചു വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. 2-3 വിസിൽ വേണമെങ്കിൽ നമുക്ക് അടുപ്പിക്കാവുന്നതാണ്. അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയും ചെറിയുള്ളിയും ജീരകവും, കുറച്ച് ജീരകവുമാണ് ഞാനിതിലേക്ക് അരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാണ് ഇത് വെന്ത് വന്നിട്ടുള്ളത്. ഞാൻ മൂടി തുറന്ന സമയത്ത് ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം മുളക് കറി ആണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ആക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് അധികം വെള്ളം ചേർക്കാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. അധികം വെള്ളം ചേർക്കുന്ന കറിയിൽ നിങ്ങൾക്ക് തേങ്ങ അരച്ചിട്ട് ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി കുറച്ച് കടുക് കൂടെ പൊട്ടിച്ച് ചേർത്താൽ നമ്മുടെ കറി റെഡിയായി. എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.